Hi friends, welcome to my food diary. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റൈൽ ക്യാരറ്റ് ഹൽവയാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1 കിലോ ക്യാരറ്റ് ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരയ്ക്കുമ്പം ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും. നമ്മൾ എന്ത് സാധനം അരയ്ക്കുമ്പോഴും അതിനകത്ത് ഒരു പിഞ്ച് ഉപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ കഴിയും. ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അധികം വെള്ളം വേണ്ട. നമ്മളിത് മൊത്തത്തിൽ ഒരു 1/2 കപ്പ് വെള്ളമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. രണ്ടായിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് 1/4 കപ്പ് ഒഴിച്ചേക്കുന്നത്. നമ്മൾ ക്യാരറ്റ് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് കലക്കിയെടുക്കണം. കോൺഫ്ലവറും ഗോതമ്പ് പൊടി നമ്മൾ ഇതേപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിലോട്ട് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും കോൺഫ്ലവറും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു 250 ഗ്രാം പഞ്ചസാര, ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയ്ക്കകത്തോട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. നമ്മൾ തീ അതിനനുസരിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അതൊന്ന് തിളച്ച് വരുമ്പം മീഡിയം ഫ്ലെയിമിലിടണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തെറിക്കും. കുറേശ്ശെ വെന്ത് വരുന്ന സമയം നോക്കി കുറേശ്ശെ നെയ്യ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അലുവയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയ്യാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇതേപോലെ ഓരോരോ സ്പൂൺ വെച്ച് ഒരു 4 തൊട്ട് 7 സ്പൂൺ നെയ്യ് വരെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇപ്പോൾ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 സ്പൂൺ നെയ്യ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 1 ബൗൾ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ കൂടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയായി വരും. പിന്നെ നമുക്ക് ട്രേയിലോട്ട് മാറ്റാം. ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ട്രേയിലോട്ട് മാറ്റാം. ഞാനിവിടെ ട്രേയ്ക്കകത്ത് ഒരല്പം നെയ്യ് വിട്ടതിന് ശേഷം ഒരല്പം നട്ട്സും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ പിസ്താക്കിയോ എന്തോ വെള്ളമെന്ന് വെച്ച് ഇതേപോലെ ഇട്ടാവുന്നതാണ്. എന്നിട്ട് ഇനി ഇത് നമുക്ക് ട്രേയിലോട്ട് മാറ്റാം. നമുക്കിതിൻ്റെ മുകളിലും കൂടെ കുറച്ചുകൂടെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ തണുക്കാൻ വെക്കണം. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയുള്ളൂ.
ഹൽവ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ ഹൽവ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ശരിക്കും ഒരു കോഴിക്കോടൻ ഹലുവ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് കാണാം. ബൈ.